ഹായ് ഗൈസ്, നമുക്ക് കുറച്ച് സംസാരിച്ചാലോ? എനിക്കില്ലേ എനിക്ക് ഭയങ്കര വിഷമം. ഇങ്ങനെ കരയാറുണ്ട്. ദൈവത്തെ ഓർത്ത് അങ്ങനെ സംസാരിക്കരുത്. ഹായ് ഗൈസ്, ദിസ് ഈസ് ഷബ്ന. ദിസ് ഈസ് സ്റ്റോറി ടെല്ലിംഗ് ടൈം. നമുക്ക് കുറച്ച് വർത്തമാനം പറയാം. എങ്ങനെയാ? എന്റെ പേര് ഷബ്ന. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ആ സൈഡിലുള്ള സാധനത്തെ കൊണ്ടുവച്ച് കുക്ക് മണിയൊന്ന് അടിക്കുക. വല്ലപ്പോഴും ഞാനൊരു വീഡിയോ ഇടും. അതൊന്ന് കമന്റ് ചെയ്യും. കമന്റ് നിർബന്ധിക്കില്ല, ലൈക്കൊക്കെ ചെയ്യാം. ഒന്നും വേണ്ടില്ല, സബ്സ്ക്രൈബിങ്ങും ചെയ്യും. എനിക്കൊരു സന്തോഷം. അപ്പം കാര്യം പറയാം. എനിക്കിപ്പോ 25 വയസ്സായി. ഞാൻ എല്ലാവരും പറയലുണ്ട് 25 വയസ്സായി. അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ കുറ്റാണ്. അപ്പൊ ഞാൻ വിചാരിക്കാം, ഞാൻ അഡ്മിറ്റ് ചെയ്തു എനിക്ക് 25 വയസ്സായി. എനിക്ക് 25 വയസ്സായി. പക്ഷേ ഇപ്പോഴും എന്റെ ചുറ്റുമുള്ള കുറെ ആൾക്കാര് സ്റ്റിൽ എന്നോട് പറയും, എല്ലാ മക്കളെ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ തള്ളയായിരുന്നു, എനിക്ക് 25 വയസ്സായി. ഞാൻ ചോദിക്കുക, നിങ്ങളെല്ലാം ഈ 10-21 വയസ്സാകുമ്പോഴത്തേക്ക് ആടുന്ന് സ്കിപ്പ് അടിച്ചിട്ട് എങ്ങോട്ടേലും പോകുന്നുണ്ടാ? ഇത് കൂടെ തന്നെയല്ലേ പോണത്. 22, 23, 25 ആവണ്ടേ? ശരി, ഞാൻ എന്റെ നിങ്ങളെക്കാളൊരു 4-5 വയസ്സ് കൂടിപ്പോയി, അല്ലെങ്കിൽ 3-4 വയസ്സ് കൂടിപ്പോയി. എന്റെ കുഴപ്പാ? എനിക്ക് എന്റെ കുഴപ്പമാണല്ലേ? പഠിക്കേണ്ട നേരത്തെ പഠിക്കേണ്ട സാധനം പഠിക്കണേ. എന്റെ കുഴപ്പമാണ് എന്ന് വെച്ചാൽ പറയാവോ? മോശല്ലേ? എനിക്ക് വിഷമാവൂലേ? ഇടയ്ക്ക് വിഷമല്ല, എപ്പോഴും വിഷമമൊന്നും ആവില്ല. കുഴപ്പമാ, എനിക്ക് കുഴപ്പമാ എന്ന് ഞാൻ അറിയും. പക്ഷെ എനിക്ക് വിഷമം, എനിക്ക് ഭയങ്കര വിഷമം. കരയാറുണ്ടെങ്കിൽ വിഷമാവാറുണ്ട്. നിങ്ങൾ വിളിക്കാം. എല്ലാ കോമഡി അല്ല. ഇപ്പൊ ഞാൻ വിചാരിക്കാം, എന്നെ ഇങ്ങോട്ട് അങ്ങനെ വിളിക്കുന്ന ആൾക്കാരെ നമ്മൾ തിരിച്ചു വേറെ എന്തെങ്കിലും പറഞ്ഞു നോക്കണം. അമ്പോ ഇല്ലാത്ത കുറ്റമില്ല, നീ എന്താ അങ്ങനെ വിളിച്ചത്? ഞാൻ നിന്നോട് മിണ്ടില്ല. അയ്യേ, അങ്ങനെ ചെയ്യരുത്. ഇതുപോലത്തെ ഇച്ചുപൊളി ടീംസാണ് എന്റെ അടുത്ത് എന്നെ 24/7 കളിയാക്കണത്. എനിക്ക് മനസ്സിലാവില്ല. എന്നോട് ചെയ്യാൻ ഞാൻ തിരിച്ചു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം. എനിക്കെന്തോ ആവാല്ലേ? അല്ല എനിക്കെന്തോല്ല, എന്നോട് എന്തോ ആവാല്ലേ? ഞാനെന്താ ഞാൻ ഓടിക്കോ ഒന്നും പറയുന്നില്ല. അതിനെക്കൊണ്ട് ഞാനില്ലേ, അതുകൊണ്ട് ഞാൻ പറയാ, ദൈവത്തോർത്ത് നിങ്ങൾ എന്തെങ്കിലും കേട് തമാശക്ക് വിളിക്കുക. വല്ലപ്പോഴൊക്കെയാണ് ഫൈൻ. എപ്പോഴും വിളിച്ചില്ല. ചില സീരിയസ് ഘട്ടങ്ങളിലൊക്കെ ഇവരത് നീ മിണ്ടാണ്ടിരിക്കും, നീ കള്ളയല്ലേ, ഞാൻ മുതപ്പെട്ടിച്ചെടുക്കത്തില്ലേ. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല്, എനിക്ക് ആഴമായിട്ട് ഇത് ഞാൻ അല്ലാണ്ട് പറയണമെന്ന് വിചാരിച്ചത്. പക്ഷെ ഞാനിപ്പോ പറയാം. എന്തായാലും വന്ന സ്ഥിതിക്കൊക്കെ പറഞ്ഞിട്ട് പോയിക്കളയാം. നമുക്കത് ലോങ്ങിലേക്ക് പറയാം. എന്താണെന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനൊരു വഴിക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇതുപോലെ കിട്ടും. ഈ ശരിക്കും ഇങ്ങനെയല്ല, ശരിക്കുള്ള ഞാൻ ഇതല്ല, ശരിക്കുള്ള ഞാൻ വേറെ. അപ്പൊ ശരിക്കുള്ള ഞാന് ഒരുങ്ങി നല്ല കമ്മലൊക്കെ ഇട്ട്, ഇപ്പൊ കമ്മലിട്ടിട്ടും കമ്മലൊക്കെ ഇട്ട് നല്ല പരിപാടിക്ക് ഇങ്ങനെ പോവാന്ന് വിചാരിക്കും. അപ്പൊ എന്താ ഇവിടുന്നോ ഓരോരുത്തർ വന്നിട്ട് എന്റെ മക്കളെ, ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടില് കണ്ണാടി ഒന്നുമില്ലേ? ഞാൻ ഇത് നോക്കിയിട്ടല്ലേ ഓർത്തോട്ട് വരുന്നുണ്ടെന്ന്. നിങ്ങളോട് ഞാൻ ചോദിച്ചിരിക്കും എന്നെ കാണാൻ രസമുണ്ടോന്ന്. ഞാൻ ചോദിച്ചിട്ടില്ല, അഭിപ്രായം ചോദിച്ചോട്ടാണേ പറയാ. ഒന്ന് ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിക്കാണ്ട് വെറുതെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അറിഞ്ഞോളാം, നിന്റെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ പറഞ്ഞു. സത്യത്തിൽ എന്തിന്റെ കേടാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നല്ല വിഷമം കിട്ടോ? നമ്മളൊരു വൈക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു വൈക്ക് പോവുക. അപ്പൊ പെട്ടെന്ന് വന്നിട്ട് അയ്യേ എന്തെന്ന് അങ്ങോട്ട് കിട്ടുന്നുണ്ട്, സുഖം കിട്ടുന്നുണ്ട് അതിൻ്റെ അകത്തുനിന്ന്. വെറുതെ ഒരു വർത്താനം, ആവശ്യമില്ല. ഇത് കേൾക്കുന്നതിൽ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളെ പറ്റിയാ ഞാൻ പറയുന്നതെങ്കിൽ അത് നിർത്തിക്കളാ. സ്വഭാവം വെറുതെയാണ്, ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ഗുണമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് പോയി മാറ്റാൻ എനിക്ക് എന്തായാലും പറ്റില്ല. ഒരു വഴിക്ക് ഇറങ്ങി പോയല്ലോ. ഇപ്പൊ ഞാൻ മാറ്റി എന്റെ സ്വഭാവം നിങ്ങൾ പറഞ്ഞ കേട്ട സ്വഭാവം എനിക്ക് ലക്ഷ്യം പറയാ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കേട്ട് എന്റെ കോൺഫിഡൻസ് പെട്ടെന്ന് ഇതേ കിടക്കണം. ഞാനിങ്ങനെ എന്തിനാണ് മൂട് കളയാൻ മാറ്റാൻ നിർത്തിക്കളയും. അത് വേണ്ട, നമുക്ക് നല്ല കേട്ടോ സ്വഭാവം ചീപ്പിച്ച് അത് മാറ്റിക്കളാം. ഇനിയിപ്പൊ വിചാരിക്ക്, ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാർ കേൾക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ വെറുതെ അവരൊക്കെ ലൈഫിന്റെ വേസ്റ്റ് ആയിരിക്കും. ഒരു കോൺഫിഡൻസ് കൂട്ടാൻ ഒന്നിനും ഉപയോഗമില്ലാത്ത കുറെ ടീംസ് എനിക്ക് വിട്ട് കളയണം. അയ്യേ ബാഡ് അതാണ് രണ്ടാമത്തെ. പിന്നെ വേറെ കുറച്ച് ടീംസ് ഉണ്ട്. ഇപ്പൊ ഞാൻ കോഴിക്കോട് വരുന്നത്. അപ്പൊ എന്റെ ഭാഷയ്ക്ക് ഇപ്പൊ വലിയ കുഴപ്പമുണ്ടായില്ല. ഇടയ്ക്ക് ചില യായെല്ലാം വരും, പോയാമെല്ലാം പറഞ്ഞത് വരും. അങ്ങനെ ശീലിച്ചു അങ്ങനെ വരും. എന്റെ എന്താ അങ്ങനത്തെ കുറെ സാധനങ്ങളെ കൊട്ടൊക്കെ മനസ്സിലാവും. ആ സാധനങ്ങൾ അതൊക്കെ വരും. അപ്പൊ ഉണ്ട് തുടങ്ങും, അയ്യേ ഉനക്ക് മര്യാദക്ക് സംസാരിക്കാനോടെ അറിഞ്ഞൂടെ നിങ്ങളെ കുറ്റം പറയുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ പിന്നെ
നിൽക്കാൻ വേണ്ടി അല്ല തൃശ്ശൂരിൽ നിന്ന് കിട്ടും, തൃശ്ശൂരിൽ നിന്നിക്ക് പാലക്കാട് നിന്നിക്ക്. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള നാടാണ് സത്യം കിട്ടും. എനിക്ക് ഇവിടുന്ന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് കോഴിക്കോട് തന്നെ ഇഷ്ടം. എനിക്ക് എന്റെ അടുത്തില് കോഴിക്കോട് കിട്ടാത്തൊന്നുമില്ല, അങ്ങനെയാണ്. പക്ഷെ ഞാൻ വേറൊരു സ്ഥലം അയ്യേ നിങ്ങൾ അവിടെ അത് അങ്ങനത്തെ അല്ല. എനിക്ക് എന്റെ സ്ഥലമാണ് ഇഷ്ടം, എന്റെ മനസ്സിന് എന്റെ സ്ഥലമാണ് ഇഷ്ടം. എനിക്ക് കോഴിക്കോട് ഏറ്റവും വലുത്, എന്റെ ജില്ല ഏറ്റവും നല്ലത്, എന്റെ സ്ഥലം ഏറ്റവും നല്ലത്. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ എന്റെ സ്ഥലത്തിലായിരുന്നു നല്ല പറഞ്ഞു, നിങ്ങളുടെ സ്ഥലത്തോട് നല്ല പറഞ്ഞു. എല്ലാ താല്പര്യം ഞാൻ പറയുന്നത് കുഴപ്പം, ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലാതെ ഇപ്പൊ ഞാൻ ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ഇത് ചിലത് അവർക്ക് മനസ്സിലായില്ല. എന്നിട്ട് അല്ലാതെ ഇപ്പൊ ഞാൻ ഭയങ്കര എന്താ അച്ചടി ഭാഷയിൽ സംസാരിച്ചു. നിങ്ങൾ ആ ഇത് കാണൂ, ഇത് കാണൂ, ഓ ഈ വണ്ടി അതാ ഇത് കാണൂ, അത് കാണൂ എല്ലാം പറഞ്ഞു എന്ന് വെച്ചോ. അപ്പൊ ഈ ടീംസ് പറയൂ എന്താ ഭയങ്കര ഓർഗാനിക് അല്ല, ഭയങ്കര എന്താ പറയാ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നിട്ട് നിങ്ങൾ പറയും അയ്യോ നിങ്ങൾക്ക് നല്ല ഭാഷയില്ല, കൊൽക്കട്ടയിൽ ഇങ്ങനെയാണ്, ഇല്ല കൊൽക്കട്ടയിൽ ഇങ്ങനെയാണ്, കിണികിണ്. ഞാൻ ഇങ്ങനെ സംസാരിക്കാം. കേട്ടിട്ട് മനസ്സിലാവാത്തവരോട് എന്തൊരു പറയാനില്ല. ഞാൻ സഹിച്ചോ, ഞാൻ എനിക്ക് സൗകര്യമുള്ള പോലെ സംസാരിക്കും. വേണമെങ്കിൽ കേട്ടോ, അതെനിക്ക് ചുറ്റുള്ളവരുണ്ടായിട്ട് കാരണം നിങ്ങൾ അതിന്റെ വിഷമം മനസ്സിലാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിലുള്ള ജീവിക്കാൻ. പിന്നെ ഇത് മൂന്നാമത്തെ കാര്യം, ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറയാണ്ട് എന്റെ സത്യത്തിൽ ഞാൻ വീർപ്പ് കൂട്ടി നിൽക്കുക. എനിക്ക് ഈ 4 ആൾക്കാരോട് 4 കാര്യം വിളിച്ച് പറയണമെന്നുണ്ട്, എന്റെ ചുറ്റും നടക്കണം. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് അത് ഇനി ഞാൻ വേറെ വിഷമങ്ങൾ പറയാം. ഇപ്പൊ വിഷമങ്ങൾ കുറേ ഉണ്ട്, പറയാനാണ് തീരെ. ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഇറക്കേണ്ടി വരും. ഞാൻ സീരിയസ് ആയിട്ട് ഇറക്കാൻ താല്പര്യമുണ്ട്. എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി, കളർന്നു പോവാ. ഇപ്പൊ ആൾക്കാർ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ഇമോജി ഇട്ട് ഉപയോഗിക്കുന്നത്, എനിക്ക് ഇത് സ്നാപ്ചാറ്റിന്റെ ആണ്. അപ്പൊ എനിക്ക് എന്താ സ്വന്തം മോദമായിട്ട് സംസാരിച്ച പോലെ എനിക്ക് അതാ മേടിക്കുന്നത്, എന്നെ കാണാൻ കൊള്ളില്ല, അങ്ങനത്തെ തോട്ടാന്ന് ഇരിക്കും. പക്ഷെ എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് അങ്ങനത്തെ തോട്ടില്ല. കാരണം എന്താ പറയുക, എനിക്ക് ഞാനാന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര സെൽഫ് ഓബ്സസ്ഡ് സ്വഭാവം തോന്നിട്ടോ. എന്താ വെച്ചാൽ പണ്ട് എങ്ങനെയായിരുന്നു, പണ്ട് എനിക്ക് എന്നെ കണ്ടുകൂടായിരുന്നു, എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടമല്ല എന്റെ മുടിയാണ്, കുറച്ച് മുടിയുള്ളൂ. പക്ഷെ നമുക്ക് കുറെ മുടി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം, മുടി മാത്രം എനിക്ക് എന്റെ ഇഷ്ടമുള്ള, അല്ലാതെ എനിക്കൊന്നും ഇഷ്ടമില്ലായിരുന്നു. ഇത് എന്തോ പോലെ എനിക്ക് ഒരു സ്ഥലത്ത് പോകാനൊരു ഡ്രസ്സ് വേണം, ഭയങ്കര കോൺഫിഡൻസ് കുറവായിരുന്നു. പിന്നെ പക്ഷെ ഇപ്പൊ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീഡിയോസ് തന്നെ ഉണ്ടാക്കി നിർവൃത്തി അടയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കാനുള്ള കാരണം എനിക്ക് ഈ വ്യക്തി ഭയങ്കര ഇഷ്ടം. പണ്ടോട്ട് ഈ സാധനം ഇതിനകത്ത് വരാൻ തുടങ്ങിയോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല പിച്ചിന്റെ ഒക്കെ പറഞ്ഞിട്ട് സ്നാപ്പിൽ ഇങ്ങനെ ഇടും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് എന്തുകൊണ്ട് യൂട്യൂബിലിട്ടൂടാ, നിങ്ങൾക്കൊരു എന്തൊക്കെയാണ് അത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്. അല്ലാണ്ട് എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ വീഡിയോ ചെയ്യാനുള്ള എനിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആയിട്ടു. കാരണം എനിക്ക് ഇതിങ്ങനെ സ്നാപ്പിൽ ഇടാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം വീഡിയോയുടെ. അതപ്പോ ഇപ്പൊ ഞാൻ ഇവിടെ നിർത്താണ്, നമസ്കാരം. അപ്പോ ഇനി എന്റെ സ്റ്റോറി തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണെന്ന് ഞാൻ അറിയിക്കുന്നു. ഇനി ഇത് തുടർന്നും വേണമെങ്കിൽ തുടർന്ന് എന്റെ കോളേജിൽ നാളെ കോളേജിലേക്ക് പോകും. അപ്പൊ കോളേജിലെ വിശേഷങ്ങൾ, തുടർന്ന് എന്റെ കഥകൾ, എന്റെ സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, കമന്റിൽ അത് രേഖപ്പെടും. എന്റെ തുടരണമെങ്കിൽ തുടരണം എന്ന് പറയും, അല്ലെങ്കിൽ നിർത്തിപ്പൊക്കോ നിങ്ങൾക്ക് പണിയൊന്നുമില്ല നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ ഇഷ്ടം. ചിലപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ പറയുമായിരിക്കും, എനിക്ക് മനസ്സിലായി. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് റൈറ്റ് ടു സ്പീച്ച്